മലയാള നടിമാർ അഭിനയിച്ച ആദ്യത്തെ സിനിമകൾ ഏതൊക്കെയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അതുപോലെ തന്നെ ഇവരുടെ വരാനിരിക്കുന്ന ചിത്രങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് വരുന്നത് മഞ്ജു വാര്യർ തന്നെയാണ്. മോഹവരം എന്നൊരു TV സീരിയലിലൂടെയാണ് മഞ്ജു വാര്യരുടെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. അങ്ങനെ 1995 പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു വാര്യർ ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നത്. ഇന്നിവരെ മലയാളത്തിലും തമിഴിലും ഒക്കെയായിട്ട് അഭിനയിച്ചത് 60-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. സെന്റിമീറ്റർ, മിസ്റ്റർ എക്സ് എന്നീ 2 ചിത്രങ്ങളാണ് 2025 റിലീസിനായിട്ട് കൊണ്ടിരിക്കുന്ന മഞ്ജു വാര്യരുടെ സിനിമകൾ എന്നത്. രണ്ടാമതായിട്ട് വരുന്നത് നസ്രിയ നാസിം. ഇന്നിവരെ തമിഴിലും മലയാളത്തിലും ഒരുപോലെ തന്റെ അഭിനയ കഴിവ് തെളിയിച്ചതാണ്. നസ്രിയക്ക് 10 വയസ്സുള്ളപ്പോൾ ഒരു ബാലതാരമായി കൊണ്ട് 2006 പുറത്തിറങ്ങിയ പളുങ്ക് എന്നൊരു മമ്മൂട്ടി ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ഇവർ ചെയ്തിരുന്നു. ഇന്നിവരെ മലയാളത്തിലും തമിഴിലും ഒക്കെയായിട്ട് അഭിനയിച്ചത് 18-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. എന്നിരുന്നാലും 2013 പുറത്തിറങ്ങിയ മാഡ് ഡാഡ് എന്ന ചിത്രത്തിലൂടെയാണ് നസ്രി ആദ്യമായിട്ട് നായിക വേഷവുമായിട്ട് എത്തുന്നത്. പുരാന നൂർ, നീ നല്ല വരുവാട എന്നീ 2 തമിഴ് ചിത്രങ്ങളാണ് വരാനിരിക്കുന്ന നസ്രിയയുടെ ഏറ്റവും പുതിയ സിനിമകൾ എന്നത്. മൂന്നാമതായിട്ട് വരുന്നത് കല്യാണി പ്രിയദർശൻ. 2017 പുറത്തിറങ്ങിയ ഹലോ എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് കല്യാണി ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നത്. ഇന്നിവരെ മലയാളത്തിലും തെലുങ്കിലും ഒക്കെയായിട്ട് അഭിനയിച്ചത് 15-ലധികം വരുന്ന സിനിമകളിലാണ്. വളരെ കുറഞ്ഞ സിനിമകളാണെങ്കിലും അഭിനയം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു താരം കൂടിയാണ് കല്യാണി പ്രിയദർശൻ എന്നത്. ജനി, ഓടും കുതിര, ചാടും കുതിര, വാൻ എന്നീ സിനിമകളാണ് 2025 റിലീസിനൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന കല്യാണിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ എന്നത്. നാലാമതായിട്ട് വരുന്നത് നയൻതാരയാണ്. ഒരു മൾട്ടി ഇൻഡസ്ട്രീസ് താരമാണ് നയൻതാര എന്നത്. 1984 കേരളത്തിലെ തിരുവല്ലയിലാണ് ഇവര് ജനിക്കുന്നത്. കോളേജിൽ പഠിക്കുന്ന സമയത്താണ് നയൻതാര ആദ്യമായി സിനിമയിൽ അഭിനയം തുടങ്ങുന്നത്. 2003 പുറത്തിറങ്ങിയ ജയറാമിന്റെ ചിത്രമായിട്ടുള്ള മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെയാണ് ഇവർ ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് നയൻതാര മമ്മൂട്ടി, മോഹൻലാൽ, രജനീകാന്ത് എന്നീ വലിയ താര നടന്മാരോടൊപ്പവും അഭിനയം തുടങ്ങി. ഇന്നിവരെ മലയാളത്തിനും തമിഴിനും അപ്പുറം കന്നഡ, തെലുങ്ക്, എന്തിനേറെ പറയുന്നു ബോളിവുഡിൽ പോലും തന്റെ അഭിനയ കഴിവ് തെളിയിച്ചതാണ്. ഇന്ന് നയൻതാര ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 5 കോടി രൂപ മുതൽ 8 കോടി രൂപയോളമാണ്. ഇതുകൂടാതെ നയൻതാര ഇന്ന് മലയാളത്തിലും തമിഴിലും ഒക്കെയായിട്ട് എല്ലാ ഭാഷകളിലും ഒക്കെയായിട്ട് അഭിനയിച്ചത് 83-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ഇന്നിവരെ ഒരു നടിക്കു പുറമെ ഒരു പ്രൊഡ്യൂസർ, അതുകൂടാതെ നല്ലൊരു ബിസിനസ്സുകാരി കൂടിയാണ്. 200 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ നയൻതാരയുടെ ആസ്തി എന്നത്. റക്കായി, തനി ഒരുവൻ 2, ഓട്ടോ ജാനി, മൂക്കുത്തി അമ്മാൻ 2, ടോക്സിക്, നയൻതാര 81, ലയൺ എന്നീ ചിത്രങ്ങളാണ് നയൻതാരയുടെ വരാനിരിക്കുന്ന റിലീസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രങ്ങൾ എന്നത്. അഞ്ചാമതായിട്ട് വരുന്നത് ഐശ്വര്യ ലക്ഷ്മിയാണ്. 1990 തിരുവനന്തപുരത്താണ് ഇവർ ജനിക്കുന്നത്. 2017 പുറത്തിറങ്ങിയ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ഐശ്വര്യ ആദ്യമായിട്ട് അഭിനയത്തിലേക്ക്, സിനിമയിലേക്ക് തന്നെ കടന്നു വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അഭിനയം തുടങ്ങിയ ഐശ്വര്യ ഇന്ന് അഭിനയിച്ചത് 22-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. തഗ് ലൈഫ്, SYG ശബരിമല 8, ഘാട്ട് എന്നീ 2 തമിഴ് ചിത്രങ്ങൾ ാണ് വരാനിരിക്കുന്ന ഐശ്വര്യയുടെ പുതിയ ചിത്രങ്ങൾ എന്നത്. ആറാമതായിട്ട് വരുന്നത് അനശ്വര രാജനാണ്. 2002 കണ്ണൂരിലെ കരിവെള്ളൂരിലാണ് ഇവർ ജനിക്കുന്നത്. 2017 പുറത്തിറങ്ങിയ ഉദാഹരണം സുജാത എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ഐശ്വര്യ രാജൻ ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നത്. വ്യസന സമേതം, ബന്ധുമിത്രാദികൾ, 7G റെയിൻബോ കോളനി എന്നീ 2 ചിത്രങ്ങളാണ് വരാനിരിക്കുന്ന 2025 റിലീസിനൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന
അനശ്വര രാജന്റെ ചിത്രങ്ങൾ എന്നത്. ഏഴാമതായിട്ട് വരുന്നത് നൈല ഉഷയാണ്. മലയാള സിനിമയിലെ ഒരു പ്രശസ്ത നടിയും ടെലിവിഷൻ അവതാരക കൂടിയാണ് നൈല ഉഷ എന്നത്. 1984 തിരുവനന്തപുരത്താണ് ഉഷ ജനിക്കുന്നത്. 2013 പുറത്തിറങ്ങിയ കുഞ്ഞനന്തന്റെ കട എന്ന ചിത്രത്തിലൂടെയാണ് ഇവരാദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നത്. മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു അത്. ഇന്ന് ഇവർ അഭിനയിച്ചത് 8-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. എമ്പുരാൻ എന്ന ചിത്രമാണ് നിലവിൽ റിലീസിനെത്തിയ നൈല ഉഷയുടെ ഏറ്റവും പുതിയ ചിത്രം എന്നത്. എട്ടാമതായിട്ട് വരുന്നത് നിമിഷ സജയനാണ്. 1997 മുംബൈയിലാണ് ഇവർ ജനിക്കുന്നത്. 2017 പുറത്തിറങ്ങിയ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന മലയാള ചിത്രത്തിലൂടെയാണ് നിമിഷ സജയൻ ആദ്യമായിട്ട് അഭിനയത്തിലേക്ക് തന്നെ കടന്നു വരുന്നത്. ഇന്നിവര് മലയാളത്തിലും തമിഴിലും ഒക്കെയായിട്ട് അഭിനയിച്ചത് 30-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. 15 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയാണ് ഇന്ന് നിമിഷ സജയൻ ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത്. DNA എന്ന തമിഴ് ചിത്രമാണ് വരാനിരിക്കുന്ന 2025 റിലീസിനൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിമിഷ സജയുടെ ചിത്രം എന്നത്. ഒൻപതാമതായിട്ട് വരുന്നത് അന്ന ബെന്നാണ്. മലയാള സിനിമയിലെ അഭിനയത്തിന് പേര് കേട്ട ഒരു നടിയാണ് അന്ന ബെൻ എന്നത്. 1999 കൊച്ചിയിലാണ് ഇവർ ജനിക്കുന്നത്. 2019 പുറത്തിറങ്ങിയ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിൽ ഒരു നായിക വേഷം കൈകാര്യം ചെയ്തുകൊണ്ടാണ് അന്ന ബെന്നിന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. കൽക്കി എന്ന ചിത്രമാണ് നിലവിൽ റിലീസിനെത്തിയ അന്ന ബെന്നിന്റെ ഏറ്റവും പുതിയ ചിത്രം എന്നത്. 10ാമതായിട്ട് വരുന്നത് മമിത ബൈജു ആണ്. മലയാള സിനിമയിലെ ഒരു പേര് കേട്ട നടിയും മോഡൽ ക്ലാസിക്കൽ നർത്തകിയുമാണ് മമിത ബൈജു എന്നത്. 2001 കോട്ടയം ജില്ലയിലാണ് ഇവർ ജനിക്കുന്നത്. സർവോപരി പാലക്കാരൻ എന്ന ചിത്രത്തിലൂടെയാണ് മമിത ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നത്. പ്രേമാലു, സൂപ്പർ ശരണ്യ എന്നീ 2 ചിത്രങ്ങളാണ് മമിത ബൈജുവിന്റെ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടാൻ സഹായിച്ച 2 ചിത്രങ്ങൾ എന്നത്. ഇന്ന് ഇവര് ഒരു സിനിമക്കായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 1 കോടി രൂപയോളമാണ്. ഇന്ന് മമിത ബൈജു തമിഴിലും മലയാളത്തിലും ഒക്കെയായിട്ട് അഭിനയിച്ചത് 12-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. പ്രേമാലു 2, ചേട്ട, സൂര്യ 46, ജനനായകൻ, ഇരണ്ടുവാനും എന്നീ ചിത്രങ്ങളാണ് വരാനിരിക്കുന്ന റിലീസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മമിത ബൈജുവിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ എന്നത്. 11ാമതായിട്ട് വരുന്നത് പാർവതി തിരുവോത്താണ്. 1988 കോഴിക്കോട് ജില്ലയിലാണ് ഇവർ ജനിക്കുന്നത്. ഒരു സിനിമാ നടിക്കു പുറമെ പാർവതി ഇന്ന് ഒരു ഭരതനാട്യം കളിക്കുന്ന നർത്തകിയും കൂടിയാണ്. 2017 പുറത്തിറങ്ങിയ ടേക്ക് ഓഫ് എന്ന ചിത്രത്തിലൂടെയാണ് പാർവതി ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നത്. ഇന്നിവര് മലയാളത്തിലും തമിഴിലും ഒരുപോലെ അറിയപ്പെടുന്ന ഒരു താരം കൂടിയാണ്. നങ്കുവായ് സലായി എന്ന തമിഴ് ചിത്രമാണ് വരാനിരിക്കുന്ന പാർവതി തിരുവോത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം എന്നത്. 12ാമതായിട്ട് വരുന്നത് മമത മോഹൻദാസ് ആണ്. 1984 ബഹ്റൈനിലാണ് ഇവർ ജനിക്കുന്നത്. ഇന്ന് മമത ഒരു നടിക്കു പുറമെ നല്ലൊരു പ്ലേബാക്ക് സിംഗർ കൂടിയാണ്. 2005 പുറത്തിറങ്ങിയ മയൂകം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് മമത ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നത്. ജൂതൻ, 3 കൺട്രീസ്, ഊമൈ വിഴികൻ എന്നീ 3 ചിത്രങ്ങളാണ് വരാനിരിക്കുന്ന മമത മോഹൻദാസിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ എന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് മലയാള സിനിമയിൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന നടിമാരെ മാത്രമാണ്. അപ്പോൾ വീഡിയോ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക്